ഹായ്, ഇന്ന് ചെറിയൊരു റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ ഞങ്ങളുടെ വരവ്. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ വീഡിയോ ഒക്കെ. കാരണം വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ച് നിൽക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അങ്ങനെ തോന്നിയപ്പോൾ അത് എടുക്കുകയാണ്. കാരണം പിന്നെ ലച്ചുവിനെ മദ്രസക്ക് വിടാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പിന്നെ ലച്ചു മദ്രസക്ക് പോകാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ അടുക്കളയ്ക്ക് വന്നു. അടുക്കളയിൽ ഇപ്പം നമ്മൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് പുട്ടൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് പുട്ടാണ്. പുട്ടുണ്ട്, അതുപോലെ കടല ഉണ്ട്, ചോറായി. പിന്നെ ലച്ചുവിന് പിന്നെ കോളിഫ്ലവർ പൊരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ലച്ചുവിന് കൂട്ടാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളിന്നൊരു കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു അടിപൊളി കറിയാണ്. ഇതുണ്ടല്ലേ, ഉണക്ക ചെമ്മീൻ. ഇത് ഉണക്ക ചെമ്മീൻ വറുത്ത് കഴുകി വെച്ചതാണ്. അതുപോലെ ഇത് തക്കാളി, ഇത് മുരിങ്ങക്ക, അതുപോലെ 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു വെള്ളരീൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെള്ളരിയാണ്. അതുപോലെ ഇത് പച്ചക്കായ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു മിക്സ്ഡ് കറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് മക്കൾ, അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അടിപൊളി കറിയാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു പച്ചക്കറി വെക്കാൻ ചിലപ്പോൾ ഫുള്ള് ഉണ്ടായിക്കൊണ്ടെന്നില്ല. എൻ്റെ അടുത്ത് 2-3 മുരിങ്ങക്ക ഉണ്ടായിരുന്നു. അതുപോലെ ചെറിയൊരു വെള്ളരീൻ്റെ കഷ്ണം, ഒരു പച്ചക്കായ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒരു മിക്സ്ഡ് കറി. പക്ഷേ ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഇടാൻ ചെയ്യേണ്ടത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പും, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് കേട്ടോ. കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. മേൽക്കാവൂലേ? കേട്ടോ, ഡ്രസ്സിലാക്കരുത് കേട്ടോ. എന്താ ഒരാൾ കണ്ടോ ഇവിടെ കറിയും പുട്ടൊക്കെ ചോദിച്ചിരിക്കണ്. കാരണം ഇന്ന് മദ്രസക്ക് പോകാൻ എന്ത് പറ്റി? ഇത് പോയേച്ച് പോവില്ല. കണ്ടില്ലേ, അല്ലെങ്കിലേ മദ്രസ. അതുകൊണ്ട് എന്തായി, കുളിയും ഡ്രസ്സേലൊക്കെ എളുപ്പം കഴിഞ്ഞു. ഇനി നേരെ ആണല്ലേ. ഇത് കുളിക്കാൻ നിന്ന സമയത്തോ? എന്നാ പ്ലേറ്റ് ശരിക്കും പ്ലേറ്റ് തന്നെ. ഓ, അങ്ങനെ കണ്ണൊന്നും കാണിക്കല്ലോ, പേടിയാവുന്നു. കൊണ്ട പ്ലേറ്റ് ഉണ്ടോ? പുട്ട് തരാം. പുട്ടും വേണം, കറിയും വേണം. ചളിയിലൂരല്ലേ, വേഗമാ. കൂട്ടുകാരിയപ്പോൾ നമ്മളെ കറിയിലേ നമ്മൾ പുളി ഒഴിച്ചിരുന്നു. മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും കീറിട്ടതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് വയ്ക്കണം. അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാൻ വീഡിയോ എടുക്കലെല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോൾ ചിലപ്പം നടക്കില്ല. അന്ന് ലച്ചുവിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ പുളിവെള്ളം ഒഴിച്ച് നല്ലോണം വേവിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. അതുപോലെ കുറച്ച് പച്ച തേങ്ങ അരച്ച് ഒഴിക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിയായ നമ്മുടെ ഉണക്ക ചെമ്മീനും ബാക്കി മുരിങ്ങക്ക, വെള്ളരി എല്ലാം ഇട്ടിട്ടുള്ള ഒരു കറി നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫൈനലാണ് ഇപ്പോൾ അത്. അതുപോലെ ചെറിയ അങ്ങനെ കറി ഫൈനലായതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയും പിന്നെ അതുപോലെ കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് വറവിട്ടിട്ട് എടുക്കാം കേട്ടോ.
അപ്പോൾ നല്ല ടേസ്റ്റിയായ കറിയാണ് അത്. അങ്ങനെ എന്താ ഉണ്ടാക്കാത്ത ആളുകളൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് അറിയിക്കണേ, കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെയുള്ള പിന്നെ റെഡി ആവലും സ്കൂൾക്ക് പോകലും പിന്നെ അങ്ങനെ വണ്ടിയിൽ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. അങ്ങനെ നമ്മൾ സ്കൂൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്കൂൾക്ക് പോകാൻ സമയമൊക്കെ ഭയങ്കര മടിയായിക്കോട്ടെ ലക്ഷ്മി. പിന്നെ അവിടേക്ക് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഓക്കെ ആയി. അത് എല്ലാ ദിവസവും ഉള്ളതാണ്. പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ അവിടെ എത്തുമ്പോഴേക്ക് ആൾ റെഡിയായി. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ. അതിൻ്റെ ഇടയ്ക്ക് ലച്ചൊന്ന് ഉറങ്ങി എണീക്കും വണ്ടിയിൽ. ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അങ്ങനെ.